പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 25 പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ്. വരുന്ന പരീക്ഷകൾക്കെല്ലാം ഒരുപോലെ ഫലപ്രദമാകുന്ന രീതിയിലുള്ള കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എക്സാം എഴുതുന്ന സീരിയസ്നെസ്സോടുകൂടി തന്നെ ഈ ഒരു മോക്ക് ടെസ്റ്റ് അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ കിടക്കാം. പ്രമുഖ ഡിജിറ്റൽ ട്രാവൽ പ്ലാറ്റ്ഫോമായിട്ടുള്ള booking.comന്റെ 10ാമത് ട്രാവലർ റിവ്യൂ അവാർഡ്സ് 2022 മോസ്റ്റ് വെൽക്കമിംഗ് റീജിയൺ ഇൻ ഇന്ത്യ കാറ്റഗറിയിൽ തുടർച്ചയായി 3ാം തവണയും 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. എന്താണ് ചോദ്യം? എന്താണ്? പ്രമുഖ ഡിജിറ്റൽ ട്രാവൽ പ്ലാറ്റ്ഫോമായിട്ടുള്ള booking.comന്റെ 10ാമത് ട്രാവലർ റിവ്യൂ 2022 10ാമത് ട്രാവലർ റിവ്യൂ അവാർഡുകളിൽ മോസ്റ്റ് വെൽക്കമിംഗ് റീജിയൻ ഇൻ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സ്ഥലമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട, അല്ലെങ്കിൽ 3ാമത്തെ തവണയും ഏറ്റവും മികച്ച മോസ്റ്റ് വെൽക്കമിംഗ് റീജിയനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. കേരളം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെ ഭാഗത്തിൽ കേരളം തന്നെയാണ് ഒന്നാമത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. പ്ലാസ്റ്റിക് പാക്റ്റ് ആരംഭിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാണ്? പ്ലാസ്റ്റിക് പാക്റ്റ് ആരംഭിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഇന്ത്യ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയാണ് പ്ലാസ്റ്റിക് പാക്റ്റ് ആരംഭിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാണ്? ഇന്ത്യയാണെന്ന് അറിഞ്ഞിരിക്കുക. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും വീഡിയോസ് ഇതുപോലെ ലഭിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്ത്യയിലെ 61ാം സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. എന്താണ്? ഇന്ത്യയിലെ 61ാമത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് നിലവിൽ വന്ന സ്റ്റേറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നാഗാലാൻഡ് ആണ് കേട്ടോ. നമ്മൾ ആരും പ്രതീക്ഷിക്കത്തില്ല, പക്ഷേ ഇന്ത്യയിലെ 61ാമത് സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യൻ റെയിൽവേയുടെ എല്ലാ ഹെൽപ്പ് ലൈൻ നമ്പറുകളും ലയിപ്പിച്ചുകൊണ്ട് നിലവിൽ വന്ന ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? നമ്മൾ ഓൾറെഡി 2-3 ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ എന്താണ് ചോദ്യം? ഇന്ത്യൻ റെയിൽവേയുടെ എല്ലാ ഹെൽപ്പ് ലൈൻ നമ്പറുകളും ലയിപ്പിച്ചുകൊണ്ട് നിലവിൽ വന്ന ഹെൽപ്പ് ലൈൻ നമ്പർ ഏതെന്നാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 139 ആണ് കേട്ടോ. അപ്പോൾ 139 എന്ന് പറയുന്ന നമ്പറാണ് ഇന്ത്യൻ റെയിൽവേയുടെ എല്ലാ ഹെൽപ്പ് ലൈൻ നമ്പറുകളും ലയിപ്പിച്ചുകൊണ്ട് നിലവിൽ വന്ന ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 139 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ബഹിരാകാശത്ത് ചലച്ചിത്രം നിർമ്മിക്കുന്ന ആദ്യത്തെ രാജ്യം ഏതാണ്? എന്താണ് ചോദ്യം? ബഹിരാകാശത്ത് ചലച്ചിത്രം നിർമ്മിക്കുന്ന ആദ്യത്തെ രാജ്യം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ബഹിരാകാശത്ത് സിനിമ നിർമ്മിക്കുന്ന ആദ്യത്തെ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. റഷ്യയാണ് കേട്ടോ. അപ്പോൾ ബഹിരാകാശത്ത് ചലച്ചിത്രം നിർമ്മിക്കുന്ന ആദ്യത്തെ രാജ്യം ഏതാണ്? റഷ്യയാണെന്ന് അറിഞ്ഞിരിക്കുക. ആറാമത്തെ ചോദ്യം. തുറമുഖങ്ങളുടെ വിവരങ്ങൾ ലഭ്യമാക്കാനും ഡിജിറ്റൽ മോണിറ്ററിംഗ് സൗകര്യം ഉറപ്പാക്കുന്നതിനുമായിട്ട് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രാലയം വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? എന്താണ് ചോദ്യം? തുറമുഖങ്ങളുടെ വിവരങ്ങൾ ലഭ്യമാക്കാനും ഡിജിറ്റൽ മോണിറ്ററിംഗ് സൗകര്യം ഉറപ്പാക്കാനുമായിട്ട് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രാലയം വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. മൈ പോർട്ട് എന്നാണ് കേട്ടോ. മൈ പോർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രാലയം വികസിപ്പിച്ച ആപ്ലിക്കേഷനാണ് ഏത്? നമ്മുടെ മൈ പോർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇതാണ് തുറമുഖങ്ങളുടെ വിവരങ്ങൾ ലഭ്യമാക്കാനും ഡിജിറ്റൽ മോണിറ്ററിംഗ് സൗകര്യം ഉറപ്പാക്കാനുമായിട്ട് കൊണ്ടുവന്ന ആപ്ലിക്കേഷനാണ് മൈ പോർട്ട് എന്നറിഞ്ഞിരിക്കുക. ഏഴാമത്തെ ചോദ്യം എന്താണ്? 2022 G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? 2023 G20 ഉച്ചകോടിയുടെ വേദി എവിടെയെന്നാണ് നമ്മുടെ ഏഴാമത്തെ ചോദ്യം. എവിടെയാണ് G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ന്യൂഡൽഹിയാണ് കേട്ടോ. അപ്പോൾ 2023 G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ന്യൂഡൽഹിയാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ്? ഇതിനകത്ത് ഇപ്പോൾ 4 പുരസ്കാരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിച്ചു നോക്കിയേ. ഇതിനകത്ത് ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? കേരള ജ്യോതി, കേരള തേജസ്, കേരള പ്രഭ, കേരളശ്രീ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിച്ചു നോക്കുക. ഓക്കെ, നമുക്ക് ശരി ഉത്തരത്തിലേക്ക് തന്നെ കിടക്കാം അല്ലേ? ഓക്കെ, നിങ്ങളെല്ലാവരും ശരി ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻസിൽ നിന്ന് ശരി ഉത്തരം ഞാൻ പറയുകയാണ്. ഇതിനകത്ത് കേരള ജ്യോതി ഉണ്ട് കേട്ടോ. കേരള ജ്യോതി ഉണ്ട്. അതുപോലെ തന്നെ കേരള പ്രഭയുണ്ട്, കേരള ശ്രീ ഉണ്ട്. 1, 3, 4 ഇതിനകത്ത് ശരി ഉത്തരം വരുന്നത്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം കേട്ടോ. അപ്പോൾ പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ കൊടുക്കുന്ന പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ്? കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ ആണെന്ന് അറിഞ്ഞിരിക്കുക.
9ാമത്തെ ചോദ്യം 2021 ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ മികച്ച സുസ്ഥിര നഗര ഗതാഗത സംവിധാനത്തിനുള്ള സിറ്റി വിത്ത് ദി മോസ്റ്റ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് സിസ്റ്റം അവാർഡ് ലഭിച്ച നമ്മുടെ സംസ്ഥാനം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ചോദ്യം? 2021 ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള മികച്ച സുസ്ഥിര നഗര ഗതാഗത സംവിധാനത്തിനുള്ള സിറ്റി വിത്ത് ദി മോസ്റ്റ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് സിസ്റ്റം സിറ്റി വിത്ത് ദി മോസ്റ്റ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് സിസ്റ്റം അവാർഡ് ലഭിച്ച സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. കേരളം തന്നെയാണ് കേട്ടോ. അപ്പോൾ കേരളത്തിനാണ് 2021 ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ മികച്ച സുസ്ഥിര നഗര ഗതാഗത സംവിധാനത്തിനുള്ള സിറ്റി വിത്ത് ദി മോസ്റ്റ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് സിസ്റ്റം അവാർഡ് ലഭിച്ചതാർക്കാണ്? കേരളത്തിനാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത 10ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിർമ്മിക്കുന്ന കമ്പനി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിർമ്മിക്കുന്ന കമ്പനി ഏതെന്നാണ് നമ്മുടെ 10ാമത്തെ ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിർമ്മിക്കുന്ന കമ്പനിയാണ് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് അറിഞ്ഞിരിക്കുക. 11ാമത്തെ ചോദ്യം 2022 ലോക തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് റാംസർ സൈറ്റിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ പ്രദേശങ്ങൾ ഏതാണ്? 2022 ലോക തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് റാംസർ സൈറ്റിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ പ്രദേശങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മുടെ 11ാമത്തെ ചോദ്യം. ഏതാണത്? ഓപ്ഷൻ അപ്പോൾ ഇതിനകത്ത് 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് ഒന്ന് ശരിയായിട്ട് കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ ചോദ്യം ഒന്നും കൂടി വായിക്കാം. 2022 ലോക തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് റാംസർ സൈറ്റിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ പ്രദേശങ്ങളാണ് ഏതൊക്കെ? ബഖിന വന്യജീവി സങ്കേതവും അതേപോലെ തന്നെ ഖിജാത്യ വന്യജീവി സങ്കേതവും. ഓക്കെ, ഈ 3ഉം 4ഉമാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. നമ്മുടെ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം കേട്ടോ. അപ്പോൾ ഖിജാത്യ വന്യജീവി സങ്കേതവും അതുപോലെ തന്നെ ബഖിറ വന്യജീവി സങ്കേതവും ഖിജാത്യ വന്യജീവി സങ്കേതവുമാണ് 2022 ലോക തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് റാംസർ സൈറ്റിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ പ്രദേശങ്ങളാണ് ഖിജാത്യ വന്യജീവി സങ്കേതവും ബഖിറ വന്യജീവി സങ്കേതവും എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കടുത്ത് 12ാമത്തെ ചോദ്യത്തിലേക്കാണ് കിടക്കാം. 2021 സെപ്റ്റംബറിൽ ഉത്തരാഖണ്ഡിലെ പുതിയ ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? 2021 സെപ്റ്റംബറിൽ ഉത്തരാഖണ്ഡിൻ്റെ പുതിയ ഗവർണറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയെന്നാണ് നമ്മുടെ 12ാമത്തെ ചോദ്യം. ആരെയാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഗുർമിത് സിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഗുർമിത് സിംഗിനെയാണ് 2021 സെപ്റ്റംബറിൽ ഉത്തരാഖണ്ഡിൻ്റെ പുതിയ ഗവർണറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഗുർമിത് സിംഗിനെയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് 13ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്ന സംസ്ഥാനം ഏതാണ്? രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്ന സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ 13ാമത്തെ ചോദ്യം. ഏത് സംസ്ഥാനമാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഉത്തർപ്രദേശാണ് കേട്ടോ. അപ്പോൾ രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് 14ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. പൊതുഗതാഗതത്തിനായിട്ട് റോപ്വേ സംവിധാനം നിലവിൽ വരുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? എന്താണ് ചോദ്യം? പൊതുഗതാഗതത്തിനായിട്ട് റോപ്വേ സംവിധാനം നിലവിൽ വരുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. വാരണാസിയാണ് കേട്ടോ. അപ്പോൾ വാരണാസിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പൊതുഗതാഗതത്തിനായിട്ട് റോപ്വേ സംവിധാനം നിലവിൽ വരുന്ന ഇന്ത്യയിലെ ആദ്യ നഗരമാണ് വാരണാസി എന്ന് അറിഞ്ഞിരിക്കുക. 15ാമത്തെ ചോദ്യം. കേരള ടൂറിസം വകുപ്പ്, ദക്ഷിണ വ്യോമസേന കമാൻഡ് എന്നിവയുടെ സംയുക്ത സംരംഭമായിട്ടുള്ള എയർഫോഴ്സ് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? എന്താണ് ചോദ്യം? നമ്മുടെ കേരളത്തിലെ ടൂറിസം വകുപ്പിൻ്റെയും ദക്ഷിണ വ്യോമസേന കമാൻഡിൻ്റെയും സംയുക്ത സംരംഭമായിട്ടുള്ള എയർഫോഴ്സ് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയെന്നാണ് നമ്മുടെ 15ാമത്തെ ചോദ്യം. അപ്പോൾ എവിടെയാണ് എയർഫോഴ്സ് മ്യൂസിയം നിലവിൽ വരുന്നത്? ആക്കുളത്താണ് കേട്ടോ. അപ്പോൾ ആക്കുളത്ത് തന്നെയാണ്. ആക്കുളത്ത് നമുക്ക് ഇതിൻ്റെ കമാൻഡിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ കേരള ടൂറിസം വകുപ്പിൻ്റെയും ദക്ഷിണ വ്യോമസേന കമാൻഡിൻ്റെയും സംയുക്ത സംരംഭമായിട്ടുള്ള എയർഫോഴ്സ് മ്യൂസിയം വരുന്നത് ആക്കുളത്താണെന്ന് അറിഞ്ഞിരിക്കുക. 16ാമത്തെ ചോദ്യം. 2021 ഒക്ടോബറിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നും ജയ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഏറ്റെടുത്ത സ്വകാര്യ കമ്പനി ഏതാണെന്നാണ് ചോദ്യം. എന്താണ് ചോദ്യം? 2021 ഒക്ടോബറിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നും ജയ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ ഏറ്റെടുത്ത സ്വകാര്യ കമ്പനി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അദാനി ഗ്രൂപ്പാണ് കേട്ടോ. അപ്പോൾ 2021 ഒക്ടോബറിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നും ജയ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ ഏറ്റെടുത്ത സ്വകാര്യ കമ്പനിയാണ് അദാനി ഗ്രൂപ്പ് എന്ന് അറിഞ്ഞിരിക്കുക. 17ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ് ജീവിതാമൃതം? അപ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ജീവിതാമൃതം എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ് ജീവിതാമൃതം? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഒ രാജഗോപാലിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഒ രാജഗോപാൽ എഴുതിയ ആത്മകഥയാണ് എന്ത്? ജീവിതാമൃതം. ഓക്കെ, അപ്പോൾ ജീവിതാമൃതം എന്ന് പറയുന്നത് ആരുടെയാണ്? ഒ രാജഗോപാലിൻ്റെ ആത്മകഥയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, രാജഗോപാലിൻ്റെ ആത്മകഥയാണ് ജീവിതാമൃതം.
ഏത് ബാങ്കിൻ്റെ ചെയർമാനാണ് സി ബാലഗോപാൽ? സി ബാലഗോപാൽ ഏത് ബാങ്കിൻ്റെ ചെയർമാനാണെന്നാണ് നമ്മുടെ 18ാമത്തെ ചോദ്യം. ഏത് ബാങ്കിൻ്റെ ചെയർമാനാണ് സി ബാലഗോപാൽ? ഫെഡറൽ ബാങ്കിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ചെയർമാനാണ് ആര്? സി ബാലഗോപാൽ. ഫെഡറൽ ബാങ്കിൻ്റെ ചെയർമാനാണ് സി ബാലഗോപാൽ എന്ന് അറിഞ്ഞിരിക്കുക. 19ാമത്തെ ചോദ്യം, റേഡിയോ ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ മേജർ തുറമുഖം ഏതാണ്? എന്താണ് ചോദ്യം? റേഡിയോ ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ മേജർ തുറമുഖം ഏതാണ്? റേഡിയോ ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ മേജർ തുറമുഖം ഏതെന്നാണ് നമ്മുടെ 19ാമത്തെ ചോദ്യം. ഏതാണ് ആ തുറമുഖം? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ശ്യാമപ്രസാദ് മുഖർജി തുറമുഖമാണ്. അപ്പോൾ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖമാണ് റേഡിയോ ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ മേജർ തുറമുഖമാണ് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖമെന്ന് അറിഞ്ഞിരിക്കുക. 20ാമത്തെ ചോദ്യം, ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ മൂവബിൾ ഫ്രഷ് വാട്ടർ ടണൽ അക്വേറിയം നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ മൂവബിൾ ഫ്രഷ് വാട്ടർ ടണൽ അക്വേറിയം നിലവിൽ വന്നത് എവിടെയെന്നാണ് നമ്മുടെ 20ാമത്തെ ചോദ്യം. എവിടെയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ മൂവബിൾ ഫ്രഷ് വാട്ടർ അക്വേറിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ശരി ഉത്തരം നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂരാണ് ശരി ഉത്തരം കേട്ടോ. അപ്പോൾ ബാംഗ്ലൂരിലാണ് ഇന്ത്യൻ റെയിൽവേയുടെ മൂവബിൾ ഫ്രഷ് വാട്ടർ ടണൽ അക്വേറിയം നിലവിൽ വരുന്നത് ബാംഗ്ലൂരാണെന്ന് അറിഞ്ഞിരിക്കുക. 21ാമത്തെ ചോദ്യം, 2022 ഡിഫൻസ് എക്സ്പോയുടെ വേദിയാവുന്ന സംസ്ഥാനം ഏതാണ്? 2022 ഡിഫൻസ് എക്സ്പോയ്ക്ക് വേദിയാവുന്ന സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ 21ാമത്തെ ചോദ്യം. എവിടെയാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഗുജറാത്താണ് കേട്ടോ. ഗുജറാത്തിലാണ് 2022 ഡിഫൻസ് എക്സ്പോയ്ക്ക് വേദിയാവുന്ന നഗരം അല്ലെങ്കിൽ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് 22ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സൂക്ഷ്മ ജലസേചന പദ്ധതി നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സൂക്ഷ്മ ജലസേചന പദ്ധതി നിലവിൽ വന്നത് എവിടെയെന്നാണ് നമ്മുടെ 22ാമത്തെ ചോദ്യം. എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. കരടിപ്പാറയാണ് കേട്ടോ. കരടിപ്പാറയിലാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സൂക്ഷ്മ ജലസേചന പദ്ധതി. എവിടെയാണ്? കരടിപ്പാറയിലാണെന്ന് അറിഞ്ഞിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സൂക്ഷ്മ ജലസേചന പദ്ധതി എവിടെയാണ്? കരടിപ്പാറയിലാണ്. 23ാമത്തെ ചോദ്യം, വയോജന പരിപാലനത്തിലെ മികച്ച മാതൃകയ്ക്ക് 2021 കേന്ദ്ര സർക്കാരിൻ്റെ വയോശ്രേഷ്ഠ സമ്മാൻ ലഭിച്ച സംസ്ഥാനം ഏതാണ്? വയോജന പരിപാലനത്തിൻ്റെ മികച്ച മാതൃകയ്ക്ക് കേരള സർക്കാരിൻ്റെ വയോശ്രേഷ്ഠ സമ്മാൻ ലഭിച്ച സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ 23ാമത്തെ ചോദ്യം. ഏതാണ് ആ സംസ്ഥാനം? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. കേരളം തന്നെയാണ് കേട്ടോ. അപ്പോൾ കേരളത്തിനാണ് വയോജന പരിപാലനത്തിൻ്റെ മികച്ച അല്ലെങ്കിൽ മാതൃകയ്ക്കായിട്ട് 2021 കേന്ദ്ര സർക്കാരിൻ്റെ വയോശ്രേഷ്ഠ സമ്മാനം ലഭിച്ചത് കേരളത്തിനാണെന്ന് അറിഞ്ഞിരിക്കുക. 24ാമത്തെ ചോദ്യം, സുരക്ഷാ കാരണങ്ങളാൽ 500 മീറ്ററിലധികം ഉയരമുള്ള കെട്ടിടങ്ങൾക്ക് നിർമ്മാണ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? സുരക്ഷാ കാരണങ്ങളാൽ 500 മീറ്ററിലധികം ഉയരമുള്ള കെട്ടിടങ്ങൾക്ക് നിർമ്മാണ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏതെന്നാണ് നമ്മുടെ 24ാമത്തെ ചോദ്യം. ഏതാണ് ആ രാജ്യം? ഓപ്ഷൻ എ ആണ് ചൈനയാണ് കേട്ടോ. അപ്പോൾ ചൈനയാണ് സുരക്ഷാ കാരണങ്ങളാൽ 500 മീറ്ററിലധികം ഉയരമുള്ള കെട്ടിടങ്ങൾക്ക് നിർമ്മാണ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ചൈനയാണെന്ന് അറിഞ്ഞിരിക്കുക. സംശയമില്ലല്ലോ. അടുത്ത 25ാമത്തെ ചോദ്യം നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാനായിട്ട് എക്സൈസ് വകുപ്പിൻ്റെ വിമുക്തി പദ്ധതിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പ്രോജക്റ്റ് എന്താണ് ചോദ്യം? സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാനായിട്ട് എക്സൈസ് വകുപ്പിൻ്റെ വിമുക്തി എന്ന് പറയുന്ന പദ്ധതിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പ്രോജക്റ്റ് ഏതെന്നാണ് നമ്മുടെ 25ാമത്തെ ചോദ്യം. ഏതാണ് ആ പ്രോജക്റ്റ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം കേട്ടോ. ഉണർവെന്നാണ് ആ പ്രോജക്റ്റിൻ്റെ പേര്. ഉണർവെന്ന് പറയുന്ന പ്രോജക്റ്റാണ് സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിനായിട്ട് എക്സൈസ് വകുപ്പിൻ്റെ വിമുക്തി പദ്ധതിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പ്രോജക്റ്റാണ് ഉണർവെന്ന് അറിഞ്ഞിരിക്കുക. സംശയമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് 25 പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വരുന്ന എല്ലാ എക്സാംസിനും ഫലപ്രദമായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ആരെങ്കിലും അൺഅക്കാഡമിയിലെ സബ്സ്ക്രിപ്ഷൻ എടുക്കാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ HPL 10 എന്താണ് HPL 10 എന്ന് പറയുന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 മുതൽ 20% വരെയുള്ള ഫീസ് ഡിസ്കൗണ്ട് ലഭിക്കും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും HPL 10 എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ചുകൊണ്ട് അൺഅക്കാഡമി പ്ലസ് ആപ്ലിക്കേഷൻ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 10 മുതൽ 20% വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.